നിങ്ങൾ കുളി കഴിഞ്ഞ് ദേഹം തുടയ്ക്കുന്ന തോർത്ത് ഒരു കൊലയാളിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മളിൽ പലരും കുളി കഴിഞ്ഞാൽ ആ തോർത്ത് കഴുകാതെ അങ്ങോട്ട് വിരിച്ചിട്ട് പോകും. അടുത്ത ദിവസം വീണ്ടും അതെടുത്ത് ഉപയോഗിക്കും. ഇത് അത്ര നല്ല പണിയല്ല കേട്ടോ. സംഗതി സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും ഇതിൽ വലിയൊരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ കുളിച്ചു വരുമ്പോൾ ദേഹത്തെ വെള്ളം മാത്രമല്ല, ചർമ്മത്തിലെ മൃതകോശങ്ങളും വിയർപ്പും അഴുക്കുമൊക്കെ തോർത്തിലേക്ക് പടരുന്നുണ്ട്. നനഞ്ഞ തോർത്ത് അണുക്കൾക്ക് വളരാൻ പറ്റിയ സ്ഥലമാണ്. വെറും 24 മണിക്കൂർ കൊണ്ട് കോടിക്കണക്കിന് ബാക്ടീരിയകളും പൂപ്പലുകളും അതിൽ കൂടുകൂട്ടും. അടുത്ത ദിവസം നിങ്ങൾ കുളി കഴിഞ്ഞ് അതേ തോർത്ത് ഉപയോഗിക്കുമ്പോൾ ഇന്നലത്തെ അഴുക്കും അണുക്കളും വീണ്ടും നിങ്ങളുടെ വൃത്തിയുള്ള ദേഹത്തേക്ക് തന്നെ തേച്ചുപിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് മുഖക്കുരുവും ചർമ്മത്തിലെ ചൊറിച്ചിലും, ഫംഗസ് അണുബാധകൾ, ശരീരത്തിൽ അങ്ങിങ്ങായി ഉണ്ടാകുന്ന തിണർപ്പുകൾ തുടങ്ങിയവ. തോർത്തിൽ നിന്ന് വരുന്ന ഒരു പ്രത്യേക നാറ്റമുണ്ടല്ലോ, അത് അണുക്കൾ അവിടെ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു എന്നതിന്റെ ലക്ഷണമാണ്. ഇതിനുള്ള പരിഹാരം ഓരോ തവണ ഉപയോഗിച്ച ശേഷവും തോർത്ത് നന്നായി കഴുകി വെയിലത്തിട്ട് ഉണക്കണം എന്നാണ്. ആഴ്ചയിലൊരിക്കൽ കഴുകുന്ന പരിപാടി ഇനി വേണ്ട. ഓർത്തോളൂ, നിങ്ങളുടെ ചർമ്മത്തിന് വല്ല പ്രശ്നവുമുണ്ടെങ്കിൽ അത് സോപ്പിന്റെയോ വെള്ളത്തിന്റെയോ കുഴപ്പമായിരിക്കില്ല. നിങ്ങൾ മാറ്റാതെ ഉപയോഗിക്കുന്ന ആ തോർത്തിന്റെ കുഴപ്പമായിരിക്കും. തോർത്ത് കഴുകാതെ ഉപയോഗിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് അവർക്കൊന്ന് ഷെയർ ചെയ്തേ. അപ്പൊ കേട്ടില്ല എല്ലാരും. അപ്പോൾ ഇനി അങ്ങനെ ആരെങ്കിലും ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയേക്ക് കേട്ടോ. ഓരോ ദിവസം കുളി കഴിഞ്ഞിട്ട് തോർത്തൊക്കെ നന്നായിട്ട് കേകി ഉണക്കിയിട്ട് യൂസ് ആക്കിയാൽ മതി കേട്ടോ. വെറുതെ നമ്മൾ കാരണം അസുഖങ്ങൾ വരുത്തി വെക്കണ്ടല്ലോ. അപ്പോൾ ഓക്കെ, ബൈ.